രണ്ടാമത്തെ അയുമ്മ മോൻ ജായു വാങ്ങിച്ചുകൊണ്ട് കുടിക്കുന്നതാണ് ഈ കണ്ടം ഈ ഷെഡ് എടുത്ത് വിട്ടേടാ. ആ പിന്നെ മൂന്നാമത്തെ ആൾ ബേട്ട എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് ഈ സ്ഥലം ഈ കിണർ, ഈ കിണറും ഈ പരിസരവും അല്ലേ എന്നാ വാപ്പായ്ക്ക് കൊടുത്തിരിക്കുന്നത് വാപ്പാമ്മയ്ക്ക് അതാണ് അയ്യുമ്മ കൊടുത്തിരിക്കുന്ന സ്ഥലം. വാപ്പ ഉമ്മ ചെറുപ്പത്ത് മരിച്ചതുകൊണ്ട് ഇപ്പം വാപ്പായ്ക്കത് എഴുതി കൊടുത്താൽ പയ്യെ. ഈ ഉമ്മയാണ് ഇവിടെയുള്ള ഭിത്തിലുള്ള മത്തലുമ്മ അറിയപ്പെടേണ്ടത്. മത്തലുമ്മ നഗരം എന്നൊരു ക്രീഡമുണ്ട്. അപ്പൊ ഈ ഉമ്മയ്ക്ക് ക്ഷേത്രത്തിൽ ഫുരമുണ്ട്. ചേക്കാക്കൾ ചെറ്റ എന്നാണ് അറിയപ്പെടേണ്ടത്. മത്തല വേറെന്ന് വിളിക്കും. അതാണ് അന്വേഷിച്ച പയ്യ ചെറുപ്പത്ത്. എനിക്ക് ഈ ഉമ്മ മത്തല നെയ് ശേഖരിച്ചെടുക്കും. മത്തലുമ്മ പേര് തന്നെ കാരണം നെയ്യ് വെത്തിലെടുത്ത് പച്ച് അത് മരുന്നാട്ട് പഴക്കം കൊടുക്കുന്ന ഉമ്മ. അതാണ് മത്തലുമ്മ മത്തലുമ്മ അറിയപ്പെടുന്നത്. ഇതിലാണ് അവിടെ തന്നെ തിത്തിയ അന്വേഷിച്ചത്. ഇപ്പൊ നമ്മുടെ സ്കൂളിലെ മുറ്റത്തിലാണ് ഇപ്പൊ ഉള്ളത്. കലങ്ങിപ്പോ ഈ മത്തലമാൻ ചേക്കാക്കൾ ചെറ്റിയാണ്. ചേക്കാക്കളുണ്ട് പിരിഞ്ഞ് ചേക്കാക്കളുണ്ട് പിരിഞ്ഞിരിക്കുന്നത് ചേക്കാക്കൾ ചെറ്റ്. അപ്പൊ ഈ ഉമ്മ 1920 ഇവിടെ കുടിയേറി പോലെയാ. അപ്പൊ വേണ്ട സായിപ്പന്മാരെല്ലാം വെച്ച് കൈകൊട്ടിപ്പാട്ടിന് ഈ ഉമ്മയാണ് പോണ്ടത്. അങ്ങനെ അയുമ്മ സർവഫലമായിട്ടാണ് 1930 ജനവാസ കേന്ദ്രമായി മാറിയെന്ന് എന്നാ പാപ്പായി ഏകദേശം ഈ ഉമ്മ ആൾക്കാർ വളരെ പറഞ്ഞു കേട്ടു.